മറ്റു കാര്യങ്ങളെല്ലാം ഇന്നലെ പറഞ്ഞത് ഞാനത് ആവർത്തിക്കുന്നില്ല. പിന്നൊരു കാര്യം പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധിയെ ഞാനെന്തോ പറഞ്ഞു എന്നാണ്. ഞാനൊന്നും പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു സ്റ്റേച്ചറുണ്ട്. ആ സ്റ്റേച്ചറിൽ നിന്നുകൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. സ്വാഭാവികമായും അതിന് മറുപടി പറയുമല്ലോ. ആ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ചേർന്ന നിലയിലല്ല. അതാണ് പ്രശ്നം. രാഹുൽ ഗാന്ധി തിരുവഞ്ചൂരിന് എന്തോ ചോദിക്കാനുണ്ട്, ചോദിക്കട്ടെ. നിങ്ങൾ ശാന്തമായിരിക്കുക. സർ, ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യാവസാനം അങ്ങ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞ ഒരു നല്ല വാക്കെങ്കിലും ഉണ്ട്? സർ, ഒരു നല്ല വാക്കുമില്ല. കാരണം അങ്ങേക്ക് നേരെ ശത്രുക്കളായിരുന്നത് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അതേസമയം BJPയുടെ നേതാവ് മോഡിയായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, എൻ്റെ ഓർമ്മയില്ലെന്ന് വരികിൽ അങ്ങ് എന്നെ തിരുത്തിയാൽ ഞാൻ തിരുത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാണ്, ഒരു വാക്കെങ്കിലും രാഹുൽ ഗാന്ധിയെ കുറിച്ച് നന്മ. നിങ്ങളാണല്ലോ അദ്ദേഹത്തെ ഈ തരത്തിലാക്കിയത്. ഏതാ നിങ്ങളെന്ന് പറയുമ്പോൾ തിരുവഞ്ചൂരാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. തിരുവഞ്ചൂരൊക്കെ ഞാൻ ചെയ്യില്ലാതെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. വേറെ ചിലർ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടാണല്ലോ മറ്റേ ആളുകളെല്ലാം അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത്. പിണറായി വിജയൻ എന്നല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തടിസ്ഥാനത്തിലാണ് ചോദ്യം? അതാണ് പ്രശ്നം. അതാണോ കേരളത്തിൽ വന്ന്, ഈ സംസ്ഥാനത്തിൽ വന്ന് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു കോൺഗ്രസിന്റെ സമുന്നത നേതാവ് സംസാരിക്കേണ്ട കാര്യം? ആ നിലക്കാണോ? അപ്പോൾ അതിന് സ്വാഭാവികമായും മറുപടി പറയല്ലോ. ആ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കാണാൻ ഞങ്ങൾക്ക് സാധിക്കും. ആ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ തന്നെ കാണും. അത് വേറെ. പക്ഷെ അതെല്ലാവരും ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്തരമൊരു നിലപാട് ആർക്കാണ് ഗുണകരമായിട്ട് വരിക? ഇവിടെ കേന്ദ്രസേന എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതിനെല്ലാം നോക്കുന്നു. അതിന് ചൂട്ടുപിടിക്കാനാണല്ലോ നിങ്ങൾ ശ്രമിക്കുന്നത്. ആ ചൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എണ്ണയൊഴിച്ചു തരുന്ന പണി അദ്ദേഹം ചെയ്യാൻ പാടില്ലല്ലോ ഇവിടെ വന്നിട്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് വിമർശിക്കുമ്പോൾ. ആ വിമർശനം സ്വാഭാവികമാണ്. ആ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. അത് ഉയർത്തേണ്ടി വന്നതാണ്. അത് സ്വാഭാവികമല്ലേ. പിന്നെ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ അമ്ര റാമിൻ്റെ വിജയത്തെ പറ്റിയാണ്. രാജസ്ഥാനിലെ വിജയം. അത് വളരെ എന്തോ നിങ്ങളൊരു സഹായിച്ച് ഇങ്ങനെ കയറിക്കോ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അമ്ര റാമിനെ കയറ്റിയതാണ് എന്നുള്ള മട്ടിലാണ് പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അവിടെ CPIM പ്രവർത്തിക്കുകയാണ്. അതിൽ CPIM സ്ഥാനാർത്ഥി അമ്ര റാമിന് അവിടുത്തെ കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ചതും CPIM വോട്ട് കിട്ടിയിട്ടാണ് എന്നതും മറക്കരുത്. നിങ്ങൾ ചിരിക്കുന്ന കാര്യങ്ങൾ അറിയാതെയാണ്. ഇനി അന്നേരം നിശബ്ദത പാലിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഇപ്പം ചിരിച്ചാൽ അതിന് പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കേട്ടോളൂ. ഇപ്പം CPIM ശക്തി കേന്ദ്രമാണ് കർഷക സമര കേന്ദ്രമായ സിക്കർ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ആ കർഷക സമരത്തിൽ CPIM വഹിച്ച പങ്കെന്താണ്, കർഷക സംഘടന വഹിച്ച പങ്കെന്താണ്, ഇടതുപക്ഷം വഹിച്ച പങ്കെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഐതിഹാസികമായ കർഷക സമരം നടന്ന ഭൂമികയാണത്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ അമ്ര റാം അവിടുത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്. ഈ ഐതിഹാസികമായ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് അമ്ര റാം. ഉജ്ജ്വലമായ പോരാട്ടമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റേതായ പിന്തുണ വലിയ തോതിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും 1 വർഷക്കാലം നീണ്ടുനിന്ന കർഷക സമരം, അതിൻ്റെ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം. 4 തവണ ജയിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. പാർലമെന്റിലേക്കല്ല, നിയമസഭയിലേക്ക്. ആരെയൊക്കെയാണ് തോൽപ്പിച്ചത്? കോൺഗ്രസിനെയും BJPയെയും. അതാണ് അമ്ര റാം. അത് നിങ്ങൾ മറക്കരുത്. സിക്കാർ മണ്ഡലത്തിലെ
സിക്കാർ മണ്ഡലത്തിലെ ദോഡിൽ നിന്നാണ് അദ്ദേഹം MLA ആയത്. ഈ അമ്രാറാണ്. കേൾക്ക് ഇരുന്ന് പറഞ്ഞതുകൊണ്ട് ഈ പറയാൻ പോകുന്നതൊന്നും ഇല്ലാതാവില്ലല്ലോ. നിങ്ങളിങ്ങനെ ഇരുന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇല്ലാതാകാൻ പോകുന്നില്ലല്ലോ. 2014, 2019 വർഷങ്ങളിൽ BJP ജയിച്ച മണ്ഡലമാണ് സിക്കർ. ഈ പറഞ്ഞ സിക്കർ കഴിഞ്ഞ തവണയും അതിനു മുന്നിലത്തെ തവണയും BJP ആണ് ജയിച്ചത്. ഇത്തവണ CPIM ജയിച്ചു. അതിൻ്റെ പശ്ചാത്തലം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലടക്കം നടന്ന എല്ലാവരും കൂടി ചേർന്ന കർഷക സമരം കൂടിയാണ്. അതിൻ്റെ സമുന്നതനായ നേതാവുമായിരുന്നു അമ്രാർ. ഇപ്പം അവിടുത്തെ അവസ്ഥ പരിശോധിച്ചാൽ പല അസംബ്ലി മണ്ഡലങ്ങളിലും CPIM ഒറ്റക്ക് മത്സരിച്ചൊരു പ്രദേശമാണ്. ഇപ്പോൾ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിക്കർ ലോക്സഭയിൽ ഉൾപ്പെടുന്ന ദോദ് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടിൻ്റെ കണക്കൊന്ന് നോക്കാമോ? തൊട്ടു മുമ്പിൽ BJPയുടെ ഗോവർദ്ധൻ വർമ്മ 85,543 വോട്ട് നേടി വിജയിച്ചു. 42.3% വോട്ട്. CPIMന്റെ പേമ റാം 72,165 വോട്ട് നേടി പരാജയപ്പെട്ടു. രണ്ടാമതെത്തി. എത്രയാ ഒറ്റക്ക് നേടാനായത് CPIMന്? 35.69% ആ മണ്ഡലത്തിൽ. BSP അല്ല, നിങ്ങളെ കാര്യം ഞാൻ പറയുന്നുണ്ട്, നിങ്ങളെ പാർട്ടിയുടെ കാര്യം ഞാൻ പറയുന്നുണ്ട്. മൂന്നാമതെത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. മൂന്നാമതെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഗദീഷ് ധനോഡിയ എത്രയാ വോട്ട്? 34,487. 17.05%. കേട്ടാ? എന്നാൽ നിങ്ങൾ ഓർത്തു നോക്ക്, അന്ന് കോൺഗ്രസ് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുകയോ എന്തെങ്കിലും ധാരണ ഉണ്ടാവുകയോ ചെയ്തിരുന്നുവെങ്കിൽ അവിടെ BJP ജയിക്കില്ലായിരുന്നു, ഇത് രണ്ടും കൂടിയാൽ. പക്ഷെ അവിടെ മികച്ചു നിൽക്കുന്നത് CPM ആണ്, അത് മറക്കണ്ട. 2018 CPIM രാജസ്ഥാനിൽ ഒറ്റക്ക് മത്സരിച്ച് 2 സീറ്റ് നേടി. ഒറ്റക്ക് മത്സരിച്ചാണ് 2 സീറ്റ് നേടുന്നത് CPIM. അത് ബാദ്ര മണ്ഡലത്തിൽ ബൽവാൻ പുനിയയും ദുംഗാഗാർഹിൽ ഗിരിധർ ലാൽ മാഹിയും വിജയിച്ചത് കോൺഗ്രസിനെയും BJPയെയും പരാജയപ്പെടുത്തിയാണ്. അവിടെ CPIM ഒറ്റക്ക് മത്സരിച്ച് തന്നെയാണ് ഈ വിജയം നേടിയിട്ടുള്ളത് പലയിടത്തും. 2023 ഇത് 2018 കേട്ടോ. 2023 ഇവർ പരാജയപ്പെട്ടത് CPIMന് വോട്ട് കുറഞ്ഞതുകൊണ്ടല്ല. അവരെ വോട്ട് അങ്ങനെ, CPIMന്റെ വോട്ട് അങ്ങനെ തന്നെ നിലനിർത്താൻ കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസ് ലഭിച്ചിരുന്ന വോട്ട് മറഞ്ഞുപോയി, BJPക്ക് കിട്ടി. അങ്ങനെയാണ് ഇവർ പരാജയപ്പെടുന്നത് 2023. ഇപ്പോൾ ബൽവാൻ പുനിയ 2018 ജയിച്ച ബാദ്ര നിയമസഭാ മണ്ഡലത്തിലെ 23 കണക്ക് നോക്കാം. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 82,204 വോട്ടുകൾ നേടിയാണ് CPIMലെ ബൽവാൻ പുനിയ ബാദ്രയിൽ വിജയിച്ചത്. അവിടെ മുൻ MLA ആയിരുന്ന BJP സ്ഥാനാർത്ഥിയാണ് അന്ന് ആ സ്ഥാനാർത്ഥിയാണ് ബൽവാൻ പുനിയ പരാജയപ്പെടുത്തിയത്. BJP സ്ഥാനാർത്ഥി 59,051 വോട്ട്, കോൺഗ്രസ് സ്ഥാനാർത്ഥി 37,574 വോട്ട്. ഇതായിരുന്നു ആ വോട്ടിംഗ് ഫിഗർ. 2023 തെരഞ്ഞെടുപ്പ്, ഇത് 2018 ഞാൻ പറഞ്ഞത്. 2023 അത് ബലാബലം CPIMഉം BJPയും തമ്മിലാണ്. കഴിഞ്ഞ തവണത്തെ അതേ സ്ഥാനാർത്ഥികൾ 2 വോട്ടിന് രംഗത്തിറങ്ങി. CPIM സ്ഥാനാർത്ഥി ബൽവാൻ പുനിയ തൻ്റെ വോട്ട് വീതം 1,01,616 ഉയർത്തി. നേരത്തെ 82,204 വോട്ടായിരുന്നു.
അതാണ് 1,10,1616 ഉയർത്തിയത്. 20,544 വോട്ടുകൾ അധികം നേടി. BJP സ്ഥാനാർത്ഥി അതിനേക്കാളും കൂടുതൽ നേടി. 1,02,748 വോട്ടുകൾ നേടി. അപ്പോൾ 1,132 വോട്ടിൻ്റെ വ്യത്യാസത്തിന് BJP സ്ഥാനാർത്ഥി ജയിച്ചു. ഇവിടെ കണക്ക് തീരുന്നില്ല കേട്ടോ, നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. മണ്ഡലത്തിലെ മൊത്തം വോട്ട്, പോൾ ചെയ്തപ്പെട്ട വോട്ട് എല്ലാം ഉയർന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ട് 10-1 ചുരുങ്ങി. 10-1. 2018 37,574 വോട്ട് നേടിയ കോൺഗ്രസ് സംസ്ഥാന ഭരണം അവിടെ നിലനിൽക്കുകയാണ്. ആ സംസ്ഥാന ഭരണത്തിൻ്റെ തണലിൽ വെറും 3,771 വോട്ടിലേക്ക് ഒതുങ്ങി. 33,803 വോട്ടുകളുടെ കുറവ്. ഇതാണ് അവിടെ സംഭവിച്ചത്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് ഇത്രയും വോട്ട് കുറയുന്നത് സാധാരണ സംഭവിക്കുന്നൊരു കാര്യമല്ലല്ലോ. പക്ഷേ കോൺഗ്രസിന്റെ കാര്യത്തിൽ അത് അസംഭവമല്ല. അതാണല്ലോ ഞാൻ പറഞ്ഞത് നേരത്തെ. 2023 ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം ഞാൻ പറഞ്ഞല്ലോ. CPM-നെ തോൽപ്പിക്കാൻ, തങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയെ ജയിപ്പിക്കാനാണ് കോൺഗ്രസ് തയ്യാറായത്. അതാണ് കാണേണ്ടത്. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാന്ദ്ര നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന ചുരു ലോക്സഭാ സീറ്റിൽ CPM ചെയ്തത് എന്താ? കോൺഗ്രസിനെ പിന്തുണച്ചു. ഈ ചുരു ലോക്സഭാ സീറ്റിൽ ബാന്ദ്ര മണ്ഡലത്തിലെ 1,00,000-ലധികം വരുന്ന CPM വോട്ടുകൾ ഒന്നുപോലും ചോരാതെ അവിടെ CPM കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ കസ്വാന് നൽകുകയുണ്ടായി. 16% വോട്ട് ഉയർത്തിയാണ് BJP-യിൽ നിന്നും സീറ്റ് പിടിച്ചെടുക്കാൻ ഇത്തവണ കോൺഗ്രസിന് കഴിഞ്ഞത്. അത് ഈ പിന്തുണ കൊണ്ട. ഇപ്പൊ ചുരുവിലെ കോൺഗ്രസ് MP-യോട് ചോദിക്കാൻ കഴിയുന്നവരാണല്ലോ അവിടെ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചാൽ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. CPIM എത്രത്തോളം പിന്തുണ നൽകി എന്നത് അപ്പോൾ മനസ്സിലാവും. ഇപ്പൊ രാജസ്ഥാനിലെ കോൺഗ്രസ് നേടിയ 8 സീറ്റാണല്ലോ. ആ 8 സീറ്റിലും CPIM-ന്റെ വോട്ടുകളുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ചുരുവിന് പുറമെ ഗംഗാനഗർ, ജുൻജുനുവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇത്തവണ ജയിച്ചത് CPIM വോട്ടുകൾ കൂടി നേടിയാണെന്ന് കണക്കുകൾ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റും. ബാന്ദ്ര, ദുംഗാർഗാർ, ദോഡ് ഇതുമെല്ലാം CPIM ഒറ്റക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40%-ലധികം വോട്ട് നേടുന്ന മണ്ഡലങ്ങളാണ്. അതാണ് കാണേണ്ട കാര്യം. ദന്താരാംഗാർഗ്, റൈസിംഗ് നഗർ, ലക്ഷ്മൺഗാർഗ്, സിക്കർ ഹനുമാൻഗാർഗ് മുതലായ മണ്ഡലങ്ങളിൽ 20-30% വോട്ട് ലഭിക്കുന്നുണ്ട് CPIM-ന്. അതിൽ താഴെയുള്ളതുണ്ട് 10% വോട്ട് നേടുന്ന വേറെയും അരണസൻ മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ 2018 CPIM ജയിച്ച ദുംഗാർഗാർഗ് ഉൾപ്പെടുന്നത് ബിക്കാനീർ ലോക്സഭാ മണ്ഡലത്തിലാണ്. CPIM 72,000-ലധികം വരുന്ന വോട്ട് കോൺഗ്രസിന് അവിടെ നൽകി. 10% വോട്ട് കോൺഗ്രസിന് ഉയർത്താൻ പറ്റി. പക്ഷേ പരാജയപ്പെട്ടത് നിങ്ങളെ പാർട്ടിക്കകത്ത് തന്നെയുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണമായിരുന്നു. അപ്പോൾ കാണേണ്ടത് എന്താ? ഒരു പൊതു രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായിട്ടാണ് രാജസ്ഥാനിൽ മത്സരം നടന്നത്. അത് പൊതു ശത്രുവിനെ തോൽപ്പിക്കാനാണ്. പരസ്പരം വോട്ട് വാങ്ങിയും കൊടുത്തുമാണ് ആ മുന്നണി പ്രവർത്തിച്ചിട്ടുണ്ടാകുക, ആ യോജിപ്പ് പ്രവർത്തിച്ചിട്ടുണ്ടാകുക. അതിനുശേഷം രാഹുൽ ഗാന്ധി ജയിച്ചാണ് ഈ സിക്കാറിൽ അമ്രാറാം ഇങ്ങനെ ജയിച്ചു വന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പറയാന്ന് പറയുന്നത്. അപ്പുറം പറയുന്നത് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ നിങ്ങൾ പറയാൻ പാടുണ്ടോ? അപ്പോൾ ഒറ്റക്ക് മത്സരിച്ചാൽ എന്താകുമായിരുന്നു കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് ആലോചിച്ചു. ഞങ്ങൾ ആദ്യമേ പറയുന്ന കാര്യം എന്താ?
ഓരോ സംസ്ഥാനത്തിനും സംസ്ഥാനത്തിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതിൽ ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. ആ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ധാരണകളും കൂട്ടുകെട്ടുമാണ് വേണ്ടത്. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നീക്കിയാൽ നല്ല ഫലമുണ്ടാകും. ആ ഫലം ഉത്തർപ്രദേശിൽ കണ്ടില്ലേ? ആ ഫലം മഹാരാഷ്ട്രയിൽ കണ്ടില്ലേ? ആ ഫലം നമ്മുടെ തൊട്ട സംസ്ഥാനം തമിഴ്നാട്ടിൽ കണ്ടില്ലേ? അങ്ങനെയല്ലേ? നിങ്ങളെന്തോ ഇത് ഇപ്പോഴും നിങ്ങൾ ധരിക്കുന്നത് നിങ്ങളെ ഒരു ഒറ്റക്കുള്ള ശക്തി കൊണ്ട് എന്തോ നേടിക്കിരിക്കുന്നു. എവിടെയാണ് നിങ്ങൾ നേടിയത്? നിങ്ങൾ ജയിച്ചു നിൽക്കുന്ന സംസ്ഥാനമല്ലേ കർണാടകം? ജയിച്ചു നിൽക്കുന്ന സംസ്ഥാനമല്ലേ തെലങ്കാന? എന്താ അവിടുത്തെ സ്ഥിതി? ഇതല്ലേ നമ്മൾ കാണേണ്ടത്. അപ്പം നമ്മൾ അതിലേക്കല്ല പോകേണ്ടത്. ഇപ്പോൾ പൊതുശത്രുവിനെ അങ്ങേയറ്റം ദുർബലപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞത് ഇനിയും ദുർബലപ്പെടുത്താൻ കഴിയണം. അവർ കൈകാര്യം ചെയ്യുന്നത് അത്രമാത്രം നിഷേധാത്മകമായ സമീപനമാണ്. നമ്മുടെ രാജ്യത്തിന് ചേരാത്ത, രാജ്യത്തിൻ്റെ ഐക്യത്തിന് ചേരാത്ത നിലപാടുകളാണ്. അതിനെ ശക്തമായി നേരിടുന്ന നിലയാണ് സ്വീകരിക്കേണ്ടത്. അതിന് ഞങ്ങളെ വല്ലാതെ ആക്രമിച്ച് ഒരു മനസ്സുഖം കിട്ടുക എന്നുള്ളത് നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടല്ല എന്നതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. സാർ, ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ ഡിമാൻഡ് പാസ്സാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.